ഹലോ എല്ലാവർക്കും എസ്.സി.ആർ.ടി സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നത് ഏതിന്റെ അടിസ്ഥാനമാക്കിയാണ്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നിലവിൽ വന്നത്? അതിന്റെ ആൻസർ ആർട്ടിക്കിൾ 15 3 ആർട്ടിക്കിൾ 15 പ്രകാരമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നത് ആർട്ടിക്കിൾ 15 3 ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 15 3 പ്രകാരമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇന്റീരിയർ കോടതിയുടെയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ ഒരു പ്രത്യേക റിട്ട് ഏതാണ്? ഒരു ഇന്റീരിയർ കോടതിയുടെയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ടാണ്. ഏത് റിട്ടാണ്? അത് സെർഷ്യോററി ആണ്. ഏത് റിട്ടാണ്? സെർഷ്യോററി ആണ്. ഇന്റീരിയർ കോടതിയുടെയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ പ്രത്യേക റിട്ടിന്റെ പേരെന്താണ്? സെർഷ്യോററി കേട്ടോ, സെർഷ്യോററി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാ? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണ്, ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ്. ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിലനിൽക്കുന്നുണ്ടെന്ന് സുപ്രീം കോർട്ട് കണ്ടെത്തി. അവ എന്തൊക്കെയാണെന്ന്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ഒക്ടോബർ 4 ഇന്ത്യൻ ഭരണഘടനയുടെ 23 ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളാണ്? 23 ആർട്ടിക്കിൾ ലംഘിക്കുന്ന ജാതി വേർതിരിവ് ഇന്ത്യൻ ജയിലിൽ നിൽക്കുന്നതായിട്ട് സുപ്രീം കോടതി കണ്ടെത്തി. അവ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് അധ്വാനത്തെ തരം താഴ്ത്തുന്നു. സെക്കൻഡ് ഓപ്ഷൻ അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരായ അവകാശത്തെ ലംഘിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനാണ് ആർട്ടിക്കിൾ 17 ലംഘനം. ആൻസർ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആട്ടോ. ഏതൊക്കെയാണ്? അധ്വാനത്തെ തരം താഴ്ത്തുന്നു, അടിച്ചമർത്തൽ രീതികൾ നിർബന്ധിത ജോലിക്കെതിരായ അവകാശത്തെ ലംഘിക്കുന്നു, ആർട്ടിക്കിൾ 17 ലംഘനം. ഇതൊക്കെയാണ് സുപ്രീം കോർട്ട് കണ്ടെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൽ ചന്ദ്രകുമാർ കേസിൽ, അതായത് 1997 എൽ ചന്ദ്രകുമാർ കേസിൽ സ്ഥാപിച്ച വിധി. എൽ ചന്ദ്രകുമാർ കേസ് 1997 എൽ ചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളതെന്ന്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രിബ്യൂണലുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പകരമല്ല, എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ അനുബന്ധമാണ്. ട്രിബ്യൂണലുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പകരമല്ല, എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ അനുബന്ധമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് ഓപ്ഷൻ, ട്രിബ്യൂണലുകൾ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. ട്രിബ്യൂണലുകളുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ആർട്ടിക്കിൾ 323A 323B യുടെ സാധുത സ്ഥാപിച്ചു. എന്താണ് ക്വസ്റ്റ്യൻ? എൽ ചന്ദ്രകുമാർ കേസ്, അതായത് 1997 എൽ ചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച വിധിയാണ്, ട്രിബ്യൂണലുകൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും പകരമല്ല, എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ അനുബന്ധമാണ്. സെക്കൻഡ് ഓപ്ഷൻ, ട്രിബ്യൂണലുകളുടെ തീരുമാനങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ്. തേർഡ് ഓപ്ഷൻ, ഇത് ആർട്ടിക്കിൾ 323A 323B എന്നിവയുടെ സാധുത സ്ഥാപിച്ചു. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് അനുച്ഛേദം പ്രകാരമാണ് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും താൽപര്യാർത്ഥം മൗലികാവകാശങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യത്തിന്റെയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ അനുവദനീയമായ ന്യായമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19 2 ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 19 2 പ്രകാരമാണ് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും താൽപര്യാർത്ഥം മൗലികാവകാശങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യത്തിനോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ അനുവദനീയമായ ന്യായമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 19 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നത്? ആർട്ടിക്കിൾ 24 പ്രകാരമാണ്. ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A എന്നുള്ളത് എന്തിന് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസ അവകാശമാണ്. വിദ്യാഭ്യാസ അവകാശമാണ് ആർട്ടിക്കിൾ 21A എന്നുള്ളത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതിനാണ് ഉറപ്പു നൽകുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഏത് മൗലികാവകാശം ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലികാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണ്? ഭാഗം 3ലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയുള്ള വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ വകുപ്പുകൾ ഉൾപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന അവകാശങ്ങളാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം ഈ ആർട്ടിക്കിൾ പ്രകാരമല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് ഏത് ആർട്ടിക്കിളാ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഏതാണ്? വകുപ്പ് 19 മുതൽ 22 വരെയുള്ളതിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിട്ടുള്ള ഏത് ആർട്ടിക്കിളാ? സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളതിലാണ് സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിട്ടുള്ളത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറഞ്ഞിട്ടുള്ളത് വകുപ്പ് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വകുപ്പ് 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനുള്ള അവകാശമാണെങ്കിലോ? ചൂഷണത്തിനുള്ള അവകാശമാണെങ്കിൽ വകുപ്പ് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളിലാണ് ചൂഷണത്തിനുള്ള അവകാശം. അപ്പൊ എന്തൊക്കെ പഠിച്ചത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് വകുപ്പ് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശമാണ് വകുപ്പ് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനുള്ള അവകാശമാണ് 23 മുതൽ 24 വരെ ചൂഷണത്തിനുള്ള അവകാശമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. എന്ന് പറഞ്ഞതാരാ? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. ആരുടെ വാക്കുകളാണത്? ജോൺ ലോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇത് ആരുടെ വാക്കുകളാ? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? റൂസോ. റൂസോയുടെ വാക്കുകളാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ളത് റൂസോയുടെ വാക്കുകളാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ആരുടെ വാക്കുകളാണ്? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഓക്കെ, നാലാമത്തെ ഓപ്ഷനാണ് ഗവൺമെന്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞതാരാ? ഗവൺമെന്റിന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂ ആണ് ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൗലികാവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണെന്ന്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? അത് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. നെഹ്റുവിന്റെ വാക്കുകളാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25 ആണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25 ട്ടോ. ആർട്ടിക്കിൾ 25 ആണ്. ഓക്കെ. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന്? അപ്പൊ സുപ്രീം കോടതിനും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്.
സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 താഴെ പറയുന്നവരിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ പറയാം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാ കറക്റ്റ് ആൻസർ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 ട്ടോ. ആർട്ടിക്കിൾ 19 എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19. ഓക്കെ. താങ്ക് യു.